നാടിന്റെ വികസനത്തിനും വനം വകുപ്പിന്റെ റോഡ് കയ്യേറ്റത്തിനുമെതിരെ പ്രതിഷേധ സൂചകമായി പഴയ രാജപാതയിലൂടെ കാൽനടയാത്ര ചെയ്ത കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കൊട്ടിൽ പിതാവിനെതിരെ കള്ളക്കേസെടുത്ത വനം വകുപ്പ്. ജനതയുടെ ന്യായമായ അവകാശത്തിനുവേണ്ടി ജനത്തോടൊപ്പം പ്രതിഷേധിച്ച 89-കാരനായ മെത്രാനെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് കോതമംഗലം രൂപത ജാഗ്രതാ സമിതി പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം നിസ്സഹായരായ ജനത്തിന്റെ നിലവിളി അവഗണിക്കുന്ന ക്രൂരതയും ഇല്ലാത്ത അധികാരം സ്ഥാപിക്കാനുള്ള വനം വകുപ്പിന്റെ ശ്രമവും വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന് കോതമംഗലം ബിഷപ്സ് ഹൗസിൽ ചേർന്ന അടിയന്തര യോഗം മുന്നറിയിപ്പ് നൽകി. അഭിമന്യു പുന്നക്കൊട്ടിൽ പിതാവിനോടൊപ്പം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA തുടങ്ങിയവർ ഉൾപ്പെടെ 23 പേർക്കെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. രാജഭരണകാലത്ത് നിർമ്മിച്ചതും അക്കാലം മുതൽ വാഹന ഗതാഗതം നടന്നിരുന്നതുമായ പഴയ ആലുവ-മൂന്നാർ റോഡ് വനം വകുപ്പ് അനധികൃതമായി കയ്യേറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പൊതുജനം പ്രതിഷേധ സമരവുമായി രംഗത്തിറങ്ങിയത്. ഈ റോഡിൽ ബാരിക്കേഡ് നിർമ്മിച്ച് വാഹന ഗതാഗതം തടയുകയും പൊതുജനത്തിന് പ്രവേശനം നിഷേധിക്കുകയും ചെയ്തിരുന്നു. മാങ്കുളം, ആനക്കുളം പ്രദേശത്തുനിന്ന് 1 മണിക്കൂർ കൊണ്ട് കോതമംഗലത്ത് എത്തിച്ചേരാവുന്ന റോഡാണ് ഇത്. വലിയ കയറ്റങ്ങളോ കൊടും വളവുകളോ ഗർത്തങ്ങളോ ഇല്ലാത്ത റോഡാണ് വനം വകുപ്പ് അനധികൃതമായി അടച്ചത്. രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ഞായറാഴ്ച ജനകീയ മുന്നേറ്റ യാത്രയിൽ പങ്കെടുത്തത്. അവരോടൊപ്പം ചേർന്ന് കാൽനടയാത്ര ചെയ്ത പിതാവിനെതിരെയാണ് കേസെടുത്തത്. പൊതുമരാമത്ത് രേഖകളും രാജഭരണകാലത്തെ രേഖകളും പ്രകാരം റോഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയും പഴയ പാലങ്ങളും അതിരുകല്ലുകളും ഉള്ളതുമായ വഴിയിലൂടെ നടന്നതിന് കേസെടുക്കാൻ വനം വകുപ്പിന് അധികാരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമരത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും വനത്തിനുള്ളിൽ അതിക്രമിച്ചു കയറിയിട്ടില്ല. റോഡിലൂടെ നടക്കുക മാത്രമാണ് ചെയ്തതെന്നും കോതമംഗലം രൂപത ജാഗ്രതാ സമിതി പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. വനം വകുപ്പിന്റെയും വന്യമൃഗങ്ങളുടെയും ക്രൂരതയും കടന്നുകയറ്റവും മൂലം തങ്ങൾക്ക് അവകാശപ്പെട്ട പട്ടയഭൂമിയിൽ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ട ജനതയാണ് പ്രതിഷേധിച്ചത്. ജനവിരുദ്ധ നടപടികളും കള്ളക്കേസുമായി മുന്നോട്ടു പോകാനാണ് വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും തീരുമാനമെങ്കിൽ അതിശക്തമായ സമരത്തിന് രൂപത നേതൃത്വം നൽകുമെന്നും അറിയിച്ചു. ഷെക്കേന ന്യൂസ്, കൊച്ചി.